മണ്ടോതിരി എന്തേ മണ്ടോതിരി റബ്ബുലാലമീനായ തമ്പുരാനെ മണ്ടോതിരി മണ്ടോതിരി എന്താ കാട്ടിയതെന്ന് പറയും. ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. നീ വണ്ടി എന്താ കൊല്ലും ഞാൻ. എന്താ വളെ എന്താ വേണ്ട വേണ്ട പറയണ്ടൊക്കെ മനസ്സിലാവട്ടെ. പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഞങ്ങൾക്കത് കേൾക്കും. അവിടെ എന്താ പറഞ്ഞോ എന്താ പണ്ടു എന്തേ പാമ്പാ ഞാൻ പോവാണോ പോലെ പോലെ എന്തായി പാമ്പ് ചേർത്തല്ലേ ഈരും കേറിക്കൂടാ. അതിന്റെ അകത്താണോ പാമ്പ് എറിയാൻ തന്നാളെ കിട്ടിയാ പുറത്തോട്ട് കാറ്റ് കൊള്ളട്ടെ. കാറ്റിനെ ഫാൻ ഇട്ടാ മതി. വേണ്ട കറണ്ട് ബില്ല് കൂടുതലാണ്. പുറത്തോട്ട് പേടിക്കണ്ട പേടിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് ആ പ്രാർത്ഥന ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കണക്കലും നമ്മുടെ ആ ചവിട്ടിയുടെ മുകളിലത് കയറുന്നായിരുന്നതേ. ഞാൻ ആ ചവിട്ട വേദനയോടുള്ള കടിയാണ് ശരിക്കും കിട്ടിയിട്ടുണ്ട്. എന്താ കാണിക്കണ നല്ലോണം ഞാൻ കടിച്ച് വലിച്ച് വിഷം അങ്ങോട്ട് തുപ്പിക്കട. എന്ത് പ്രാന്തം കാണിക്കണ. എടാ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിന്റെ വായിൽ മുറിവുണ്ടെങ്കിൽ ആ വിഷം കേറിട്ട് നീ ചത്തുപോകില്ലേ. അല്ലാണ്ട് ഇതിപ്പോ ഒരാളെ ചാവുള്ളത് ഇപ്പൊ രണ്ടാളെ ചാവാനുള്ള പണിയാവാൻ നോക്കണം. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്റെ സത്യ എന്താ ഇവൻ എനിക്ക് ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ. ഞാൻ രാത്രി 12 മണിക്ക് ലോറിയിൽ മണല് കിടത്തണമെന്ന് ഇവൻ പത്രത്തിൽ വാർത്ത കൊടുത്തിരിക്കുന്നു. ഇത് ആശുപത്രി പോകാൻ കുറെ കിലോമീറ്റർ പോണം. അതുവരെയൊക്കെ അവൻ ജീവിച്ചിരിക്കുന്നു ഉറപ്പ് പറയാൻ പറ്റൂല. അല്ല അതിനു മുമ്പ് നമുക്ക് ഒരു വൈദ്യനുണ്ട് വഴിയിൽ. അയാളെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. വിഷവൈദ്യൻ അടുത്ത് വഴിക്കണ്ട. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തും. എങ്ങനെ വരില്ല. അങ്ങോട്ട് പോവാം. ഇവന്റെ ഉള്ളില് വിഷം കൂടി ഭയങ്കര വെയിറ്റ് ആയി തുടങ്ങി. അല്ല ഞാനേ ഞാൻ പറഞ്ഞോ അതെ വല്ല ബ്ലഡ് കൊടുക്കേണ്ടി വന്നാ കോയക്കാൻ ആവശ്യമുണ്ട്. കേറ് പിടിക്കേ എടുത്തോ ഹോസ്പിറ്റലിൽ പോട്ടെ അല്ലേ.
ഇയാളിങ്ങോട്ട് വരിക. കിടക്ക് കത്തിയ ചെയ്യാൻ പറ. അല്ല വൈദ്യരെ, ഈ പാമ്പ് കഴിച്ചത് ഇയാളിനെന്ന് അല്ലാണ്ട് അയാളിനല്ല. ഭൂതന്റെ ലക്ഷണം നോക്കാണ്. ഭൂതനല്ല, അത് മന്മഥനാണേ. ഇവിടെ കൊണ്ടുവരാൻ ആദ്യം പറഞ്ഞത് ആരാ? ഇയാളല്ലേ? ഇയാള് ദൂത് പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഇവിടെ എത്തിയത്. അപ്പൊ അയാളുടെ ലക്ഷണം ആദ്യം നോക്കണം. ഇടയ്ക്ക് കയറി ആരും സംസാരിക്കരുത്. ഇത് നോക്കുമ്പോഴത്തേക്കും അതെ വൈദ്യരെ, ജീവൻ പോണതിന്റെ മുമ്പ് ഒന്ന് നോക്ക്. നമുക്കറിയാം അവിടെ ഇളകാതെ കിടക്കുക. അത് ഇതൊക്കെ ആദ്യമായോണ്ടാ. ഇളക്കാതിരിക്ക, അതുണ്ടാവും. മാക്കൊന്നും ഇട്ട എന്താ സ്ഥിതി വൈദ്യരെ? ഉഗ്ര വിഷമുള്ള സാധന. നല്ല വിഷമുള്ളതാണോ? അതെ അതെ. നോക്കട്ടെ നോക്കട്ടെ. ഈ സർപ്പത്തെ കണ്ടുവോ? കണ്ടുവേ. അയാൾ ഏതാ ഇനം? എങ്ങനെ ഇരിക്കും? അത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു വെള്ളി പാമ്പ്, കറുത്തിട്ട്. ഉണ്ട്, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവുന്നേ. സ്വർണ്ണ നിറത്തിലെ വെള്ളി കളറിലെ കറുത്ത നിറം. ശിവ ശിവ, കഠിനം കഠിനം. കഠിനം എന്നുള്ള പാമ്പുണ്ടാ? അത്രയും രൂക്ഷ വിഷമുള്ള സാധനാണ്. രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ? സംശയം സംശയമാണോ? പേടിക്കണ്ട. അയ്യോ, സുഗതന്റെ അടുത്തല്ലേ കൊണ്ടുവന്നിരിക്കണേ. ഞാൻ രക്ഷപ്പെടുത്താം. അയ്യോ, അതെ, കുറച്ച് പണച്ചെലവ് വരും, പണിയുണ്ട്. ഒന്നും നോക്കണ്ട വൈദ്യര്, എന്താന്ന് വെച്ചാ ചെയ്തു. പൈസ ദൈവത്തിന്റെ അടുത്ത് ഇഷ്ടം പോലെ. സമ്മാനപ്പെട്ടു. ആ ഉണ്ണി, ഇല്ല ഇല്ല, ഹോസ്പിറ്റലിൽ പോയില്ല. ഇവിടെ ഒരു വൈദ്യരുടെ അടുത്ത് വന്നേക്കാണ്, മന്മാന്റെ കെയർ ഓഫിലെ. സുഗതൻ വൈദ്യൻ. സുഗതൻ വൈദ്യര് ഇല്ല. കിട്ടി. നീ ശരിക്കും നോക്ക്, കിട്ടുമെന്ന് തോന്നല്ലടാ. കണ്ണൊക്കെ നീലിച്ചു വന്നുണ്ട്. പേടിക്കല്ലേ, 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 അങ്ങനെ പേടിക്കല്ലേ. നമുക്കൊരു കാര്യം ചെയ്താലോ? അയാളെ വിളിച്ചു വരുത്തിച്ച് വിഷം കിടക്കിച്ചാലോ? അപ്പൊ എന്താ വൈദ്യരിനെ അറിയില്ലേ? അതല്ല, ഇയാളെ കൊത്തിയിട്ടുള്ള ആ സർപ്പത്തെ വിളിച്ചു വരുത്തി വിഷം ഇറക്കിച്ചാലോന്ന്. അന്ന് വേഗം വിളിക്കുന്ന, പുള്ളിക്ക് പാടില്ല. അയ്യോ, എന്തെങ്കിലും പഠിച്ചത് കാണിക്കു വൈദ്യരെ. അതെ, എല്ലാവരും നിശബ്ദരായിരിക്കാൻ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഞാൻ ആ സർപ്പത്തെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. മന്മത, എന്റെ കണ്ണ് നീല നിറണ്ടോ മന്മത? നല്ല കരുതിയില്ലായിട്ട്. ഒന്നുമില്ല, ഈ പേടിക്കാൻ. അതും രണ്ടും കൂടി ഇവിടെ ചെലവാവില്ല, ഉണ്ടായിരിക്കും. അയാൾ പറയണ്ടല്ലോ. വയ്യായിരിക്കുന്നു. നോക്ക നോക്ക, ആ ചെടികളൊക്കെ ഇളക്കിയിട്ട് വരണ വരവ് കണ്ടോ? വരണ വേണ്ടോ? അമ്പടാ, എന്നോടാ കളി. ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് വരാൻ. ആരാണ്? ആരുമില്ലല്ലോ ഇതില്. ഇങ്ങോട്ട് വരാൻ. വരണ വേണ്ടോ? അമ്പടാ, എന്താ ഇങ്ങനെ എഴുതിയിരിക്കാ? കാണല്ലോ വൈദ്യര്. കാലൊക്കെ മാറ്റി അവിടെ കിടക്കൂ. ആര് വന്നെന്നാ പറയണ? കാണല്ലോ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാലിങ്ങനെ വെക്കൂ.
അവൻ കാണും, അവൻ ബാക്കിയുള്ളവർക്ക് കാണും. നേരെ ശ്രദ്ധിക്കാം. ഇവിടെ എന്ത് കുടിക്കാം. നമ്മളെ ഭയക്കാത്ത സർപ്പം. കുടിച്ചോ. നമ്മളോടാ കളിക്കണ്ടോ? ആ ഉണ്ണി, ആ എടാ ഒന്നും ആട്ടില്ല, ഇവിടെ എന്തോ മന്ത്രമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയാ? ആ നീ ഒരു പണി, ഒരു കിറ്റിലിട്ട് വെക്കത്, ഞാൻ പറയാ കേട്ടാ. വിളിക്കാം. വൈദ്യരെ, ഇയാളെ കടിച്ച പാമ്പല്ലേ ആ വന്ന് കുടിച്ചോണ്ടിരിക്കണം. സംശയം താപം തന്നെ നോക്കുക. പക്ഷെ അതിനെ നമ്മളൊരു സുഹൃത്ത് ഉണ്ണി തല്ലി കൊന്നു എന്ന് പറഞ്ഞ അവിടെ ആ പാമ്പ് ചക്കുന്നു. അതെ അതെ സത്യ ആശുപത്രിക്ക് എന്ത് പണിയായി കാണിച്ചേ? ആരാ സർപ്പത്തിനെ കൊല്ലാൻ പറഞ്ഞത്? അത് വന്ന് വിഷം കുടിക്കാൻ തുടങ്ങിയുള്ളൂ. ആ സമയത്തിന്റെ ഉള്ളിൽ അതിനെ കൊന്നില്ലേ? ഇനി എങ്ങനെ ഈ വിഷം ഇറക്കുക? വേറെ വഴിയുണ്ട്. ഞാൻ പറയണ പോലെയല്ല, സീരിയസ് ആണ്. നിങ്ങൾ എങ്ങനെയും കൊണ്ടുപോണേ? സീരിയസ് ആണ്. കണ്ണൊക്കെ നീല കളറായിരിക്കും. വേറെ എന്തെങ്കിലും പ്രതിവിധി നോക്കാൻ നല്ലത് പറഞ്ഞത് കേൾക്കൂ. വണ്ടി അത് വളരെ സീരിയസ് ആണ് ഞാൻ പറയണേ. പേടിക്കണ്ട. എനിക്ക് വയ്യടാ. കുഴഞ്ഞു പോഴഞ്ഞു അതെ പറയണ കേൾക്കൂ. കേട്ടില്ല അല്ലേ? ആ ശുംഭന പാമ്പിനെ കൊല്ലാൻ കണ്ട നേരം ഒരു 10 മിനിറ്റ് കൂടി വൈകിയെങ്കിൽ നമുക്ക് ഏറ്റായിരുന്നു. ഷഫീഖേ, ലോഡാ ഇല്ലടാ, ഞാൻ ഇപ്പോൾ ഒരു ഓട്ടത്തില്. അതെ, ഒരുത്തെ അത്യാവശ്യം നിലയിൽ കിടക്കണം. അപ്പോൾ അവനെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് നിൽക്കുകയാണ് നമ്മൾ. ആ അത് എന്താവുമെന്നൊരു തീരുമാനം അറിയട്ടെ, രക്ഷപ്പെടുവോ തട്ടിപ്പോവോ എന്നുള്ളത്. അതറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് നമുക്ക് ലോഡ് കൊണ്ടുപോവാം. ഓ ഓ ഓ ഓ പിന്നെ ഓ ശരി ശരി. അതൊക്കെ പറയുന്നത് അവിടെ കേൾക്കാം. അതെ, ഞാനൊരു കാര്യം പറയാം. എന്നെ ഒരുപാട് ഓട്ടം വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ഈ ഓട്ടത്തിന് 1300 രൂപയാവും. അതിപ്പോ എന്താന്ന് അറിയട്ടെ മന്മത, എന്നിട്ട് തരാലോ. അല്ല അതെ, അവൻ തട്ടിപ്പോണെങ്കിൽ ഞാൻ ആ പൈസ വേണ്ടെന്ന്. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ. അല്ലെങ്കിൽ 1300 രൂപ പ്യാരിതാ. ഞാൻ എന്തിനാ പൈസ തന്നത്? നിങ്ങളെ വീട്ടിൽ വെച്ചല്ലേ പാമ്പ് കടിച്ചത്? പാമ്പ് കടിച്ചത് എന്റെ വീട്ടിലാണ്. പാമ്പിന്റെ നടു ചവിട്ടി ഓടിച്ചത് കോയൊക്കെ അല്ലേ. അപ്പല്ലേ 10 കടി കിട്ടിയത്. അപ്പൊ ആ പൈസ കോയൊക്കെ തരും. എന്ത് ചേർന്നേ? പാമ്പിനെ കോയൊക്കെ കയറി ചവിട്ടി ആ കലിക്കാനല്ലേ സത്യശീലനിട്ട് പാമ്പ് കടിച്ചത്. ഏറോ ചെങ്ങായി മര്യാദക്ക് വഴി കൂടെ പോകുന്ന ഞാൻ എന്റെ ഭാര്യ കാര്യം നിലവിളിച്ചിട്ട് അല്ലെ ഞാൻ എന്റെ കൂടെ ഓടി വന്ന് നിങ്ങൾ അവിടെ പാമ്പിനെ വളർത്തണ കാര്യം പൊക്ക് അറിയോ? അതെ, ഇതിപ്പോ എന്തേലും സംഭവിച്ച കേസാവും. കേസായി കഴിഞ്ഞ കേസായ പാമ്പിനെ ചവിട്ടിയണ കോയൊക്കെയാണ്, അതിന് തെളിവുള്ളതാണ്. എന്താണ് ഈ പറഞ്ഞത്? ഈ കാലത്ത് ഒരു മനുഷ്യനെ സഹായിച്ചൂടാട്ടോ. നിങ്ങള് ചെയ്യാ കോയൊക്കെ സമാധാനപ്പെടും. സുഭാഷേ, എന്താടാ ചാണകോ? സാധനം കിടപ്പുണ്ട്. ഒന്ന് പതുക്കെ പറ, കുറച്ചുകൂടെ ഉറക്കെ പറ. പതുക്കെ പറയാൻ. എടാ ഇത് ഉറക്കെ പറ, എനിക്ക് കേൾക്കുന്നില്ല. ലോഡ് ഉണ്ട് 2 3 ലോഡ് തരാം. പുറത്തോട്ട് പോയി പറയേ. ഓ നിങ്ങളുടെ ഒച്ചയുണ്ടാക്കല്ല പറഞ്ഞു. നിങ്ങളുടെ വീടല്ല
ആശുപത്രിയാ. അല്ല ചേട്ടൻ ഈ കിടന്ന് വെച്ചെടുക്കണ എന്തിനാ? വെറുതെ പതുക്കെ പറ. ഡോക്ടർ വഴക്ക് പറയുന്ന അപ്പുറത്തുനിന്ന്. നിങ്ങളെ ഒച്ച എവിടെ കേൾക്കുന്നത്? അത് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും. ഇവിടെ തന്നെ ബഹളാണല്ലോ നിങ്ങടെ. എന്റെ കാക്ക ഒന്ന് മിണ്ടാണ്ടിക്ക്. പോയിക്കോ. ഇല്ല ഇവിടെ ആരും മിണ്ടിയെങ്കിലും പിടിച്ചു പുറത്താക്കും. ചിലപ്പോഴേ ഉള്ളൂ. അല്ല 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 അതൊന്ന് കാണണമല്ലോ. ഇവിടെ പറഞ്ഞ ഫോണിൽ പറഞ്ഞാണേ അവിടെ ആ അങ്ങനെ സംസാരിക്കൽ. ഞാൻ അയാളെടുത്ത് പറഞ്ഞു എന്തൊരു ചാടാ. നന്നായി. അത് പിന്നെ ഒരു കാര്യം പറയാ, ഇങ്ങനെ ഇരിക്കണോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. തട്ടിപ്പോയി കഴിഞ്ഞാൽ ശവം എന്റെ വണ്ടി കയറ്റില്ല. പറ്റുന്ന വർത്താനം ചെങ്ങായി ആ ഡോക്ടർ ഒന്ന് പരിശോധിക്കട്ടോനെ. എന്നിട്ട് എന്താണ് മൂപ്പര് പറയില്ല. നിങ്ങൾ എന്ത് ഇജാതി വർത്താനം പറഞ്ഞേ? മന്മഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഉഗ്രവേഷമുള്ള പാമ്പാണ്. തല്ലിക്കൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടു കൊടുത്തത് ഞാനല്ലേ. അപ്പൊ എനക്കറിയാലോ, ചിലപ്പം കാര്യം പോക്കന്നെ. അവിടെ വെജാല ഇജ്ജ് തല്ലി കൊന്ന പാമ്പിനല്ലേ മൂപ്പരിപ്പൊ നോക്കിക്കൊണ്ടിരിക്കണത്. ആ ഡോക്ടർ നോക്കിയിട്ട് പറയൂല എന്താ ഇനിയിപ്പോ എന്താ സ്ഥിതി എന്നുള്ളത്. അതിന് മുമ്പ് എന്തിനാ ജാതി വർത്താനങ്ങൾ നിങ്ങൾ പറയണം? നിങ്ങളെന്താ ആളെ മിണ്ടാതിരിക്കുന്ന അയാൾ പറഞ്ഞു കേട്ടില്ലേ? ഇവരുടെ ആചാരപ്രകാരം ഈ സഞ്ചയനം എത്ര ദിവസം കഴിയും? എന്തിനാണ്? അല്ല ഈ കാർഡ് അടിക്കുന്നിടത്ത് ഒരു ഏർപ്പാട് ഉണ്ടാക്കണ്ടേ നമുക്ക്? ആവശ്യമില്ലാതെ കാട് കയറി പോയേക്ക എല്ലാത്തിനും ഒരു കരുതൽ വേണം. എന്റെ അപ്പൂപ്പ മരിച്ചപ്പോ ഇതുപോലെ എടുപിടി എന്ന് പറഞ്ഞ് ചെന്നപ്പോ സാധനം കിട്ടില്ല. അവസാനം കുടുംബക്കാരെല്ലാരും കൂടെ ഇരുന്ന് ഇമ്പോസിഷൻ എഴുതുമ്പോൾ ഇരുന്നാണ് 500 കാർഡ് എഴുതി കൊടുത്തത്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കൂലല്ലേ? ഞാൻ ഡോക്ടറെ വിളിക്കണം. വേണ്ട, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ ഉള്ള ആൾക്കാരെ നോക്കാൻ പറയും. ഇവര് വിളിച്ചിട്ട് എന്തിനാണ്? അല്ല ഞാൻ പറഞ്ഞു വന്നത്, ഒരു യൂണിഫോം ഇത് ഈ കാർഡൊക്കെ നമ്മൾ കരുതലോട് അടിച്ചു വെച്ചാൽ ഉണ്ടാണ്ടിരിക്കും. കാർഡ് നാളെ കൊല്ലാൻ നടക്കുന്നുണ്ട്. ഇവനായിട്ടൊരു വഴക്കുണ്ട് വെച്ചിട്ട് പോയേക്കാം. മിണ്ടാതിരിക്കും. രാവിലെ തന്നെ ഇന്ന് ഇടങ്ങേറാണ്. പോയേക്കാ സത്യമായിട്ട് നാട്ടുകാരും വീട്ടുകാരും വിവരറിക്കട്ടാ. എന്തിന്? അല്ല ഏടോ ചെങ്ങായി ഇപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് ഓങ്ങടെ ഇറങ്ങി വരച്ച ഒന്നും മിണ്ടാണ്ടൊക്കെ ഉണ്ടല്ലോ. ഓളുടെ അടുത്തേക്ക് എന്തിനാ അതൊക്കെ പറഞ്ഞ പേടിപ്പിക്കണേ? അപ്പം പറയണ്ട, ഒന്നും പറയണ്ട. ചേച്ചി ഒന്നും മിണ്ടാണ്ടിക്ക്. ഉണ്ണി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു കരുതൽ വേണം. വീട്ടുകാരെ മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരെയും കൂടെ അറിയിക്കണം. ഇയോനായിട്ട് വഴക്കുണ്ട്. ചായ വരാൻ തീർക്കുക. അവിടെ ആളെ കൊന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുവോ? വർത്താനം ഇനി അയാളും കാട്ടി വന്ന വല്ല മടലും വെട്ടി അടിച്ചു ഓടിക്കും എല്ലാത്തിനും. ഞാൻ എന്റെ വീട്ടിൽ വിവരം പറഞ്ഞോട്ടാ. അപ്പൊ എന്തിനാണ് മരിക്കാത്ത ഒരാളുടെ കാര്യം അവിടെ ഇവിടെ ഒക്കെ പറയാൻ നിക്കണേ? സത്യമായിട്ടിന്റെ കാര്യമില്ല, എന്റെ കാര്യം. എന്താ പറഞ്ഞ പാമ്പ് പിടിച്ചാ? രാവിലെ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങിയാന്ന് ഇതുവരെ പോയിട്ടാ. വീട്ടിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ അത് ഇതുവരെ പറഞ്ഞില്ലേ? ഇതുവരെ പറഞ്ഞിട്ടാ. അന്നൊക്കെയാണ് പാമ്പ് അടിക്കേണ്ടത്. അല്ലാണ്ട് എന്തിനു ഈ സാധനങ്ങളൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കണത്? പോയിക്കോ. ഒരു ഉപകാരം ചെയ്താണല്ലേ കാര്യം പറഞ്ഞ